ഹലോ ഗായ്സ്, അപ്പോൾ ഒരു പുതിയ ലോങ് വീഡിയോ ആട്ടോ. അത്ര വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു ലോങ് വീഡിയോ ആട്ടോ. ബട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ പേരുടെ ഡൗട്ട്സും ഒക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു ഷോർട്സ് ഒരു 2-3 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിനെ പറ്റി. അപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം ആ ഒരു ലുക്കല്ല ഇപ്പോൾ കിടക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതങ്ങനെയല്ല. അപ്പം ഞാൻ ഇട്ടിരുന്നത് നമ്മുടെ കാഞ്ഞിരപ്പള്ളി തന്നെ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഹെയർ കട്ട് ചെയ്തതിൻ്റെ വീഡിയോ ആയിരുന്നു. ബട്ട് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചി ഇത് ഏത് ടൈപ്പ് ഓഫ് ഹെയർ കട്ടാണ്, ഇതിന് എത്ര രൂപയായി, പിന്നെ ഏതാണ് പ്രോപ്പർ ലൊക്കേഷൻ, അതുപോലെ എന്താ ബൊട്ടോക്സ് ചെയ്തോ സ്ട്രെയിറ്റനിങ് ചെയ്തോ, അങ്ങനെ എനിക്കറിഞ്ഞൂടെ. എൻ്റെ പിറന്നാളിന് പോലും ഇത്രയും മെസ്സേജ് വന്നിട്ടില്ല. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ മേലായിരുന്നു, അത്ര മെസ്സേജ് ഉണ്ടായിരുന്നു. അതുപോലെ വാട്സപ്പിലും കുറേ പേരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഹെയർ അങ്ങനെ ചെയ്തത് ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്ന് ഹെയർ ചേഞ്ച് വരുത്തണമെന്ന്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായ സ്ഥിതിക്ക് അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഹെയർ ഭയങ്കര ഡാമേജാണ്, അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഹെയർ നോക്കിയാൽ തന്നെ അറിയാം നല്ല പോലെ ഡാമേജാണ്, അതുപോലെ ഉള്ളൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ മുടിക്ക് അങ്ങനത്തെ ഉള്ളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ഹെയർ കട്ട് ചെയ്തേക്കാമെന്ന്. അപ്പം അത്യാവശ്യം ലെങ്ത് ഇത് ഇത്ര ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നൂല് പോലെ ഇങ്ങനെ വളരുകയാണ്. അതുപോലെ നല്ല പോലെ ഡാമേജാണ്, ഭയങ്കര തിന്നായിട്ടാണ് ഹെയർ ഇരിക്കുന്നത്. അതുപോലെ എന്താ പറയുക, ഈ ഹെയറിൻ്റെ അടിയിൽ നല്ല സ്പ്ലിറ്റൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പൊതുവെ അഴിച്ചിടുമ്പോൾ ഒരു മെന ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഈ കാണുന്ന ഒരു കേൾലിനെസ്സും അല്ലെങ്കിൽ ഒരു ഉള്ളുള്ള പോലെ തോന്നുന്നതോ ഒന്നും അല്ലായിരുന്നു. നേരത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഞാൻ വരാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ എൻക്വയറീസും കാര്യങ്ങളും വന്നു. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി സത്യത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാം, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ കുരിശിങ്കിൽ കലൂണ എന്ന് പറഞ്ഞൊരു സലൂണിൽ പോയിട്ടാട്ടോ ഞാൻ ഹെയർ കട്ട് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തിരുന്നത് അതായത് ഹെയർ കട്ടാണ്. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നത് ഇത് എന്താ ചെയ്തതെന്ന്. അപ്പം ഇത് ഹെയർ കട്ട് മാത്രമാണ്. ഹെയർ വാഷ് ചെയ്ത് ഹെയർ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നപ്പം ആ ഒരു ഫൈനൽ ലുക്ക് അങ്ങനെ വന്നത്. അപ്പോൾ ഇതിനൊക്കെ കൂടി എത്ര റേറ്റ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 800 ആയിരുന്നു കേട്ടോ റേറ്റ്. സത്യത്തിൽ എനിക്ക് ഹെയർ കട്ടിന് എത്ര റേറ്റ് നടത്തില്ല, ഇതാണ് ഇവിടുത്തെ റേറ്റ് പറഞ്ഞിരുന്നത്. പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, വീട്ടിൽ കട്ട് ചെയ്യാനായില്ല. അപ്പം ഞാൻ വിചാരിച്ചു പുറത്ത് പോയിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പോയതാണ്. ബട്ട് ഫൈനൽ ലുക്കും അങ്ങനെ സെറ്റ് ചെയ്ത് തന്നപ്പോൾ ഉള്ള ലുക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സ്ട്രെയിറ്റ് എന്തായാലും ഉടനെ തന്നെ ചെയ്യും, അല്ലെങ്കിൽ സ്ട്രെയിറ്റിങ് എന്തെങ്കിലും സംതിങ് വെറൈറ്റി നമ്മൾ ഹെയർ ഒന്നും കൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡാമേജ് ആയതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ കാരണം. പിന്നെ ഇനി ഇത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഹെയറിൻ്റെ അതായത് ഹെയർ അങ്ങനെ ചെയ്ത് ആ ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്തുള്ളവരൊക്കെ വന്നിട്ട് ഹെയർ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാൻ വന്നു. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. ഈ അവസ്ഥയും കൂടെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. അതായത് പിന്നെയും പഴയ പോലെ സ്പ്രിങ് ആയിട്ട് ഭയങ്കര സ്പ്രിങ് ആയ പോലെ, അതായത് ഹെയർ കട്ടിന് ശേഷം അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി, അതായത് കുറച്ചും കൂടെ ഇങ്ങനെ സ്പ്രിങ് ആയിട്ട് മേലോട്ട് കയറിപ്പോയേക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ വലിച്ചു താത്താൻ മാത്രമേ ഈ ഹെയർ ഇങ്ങനെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതായിട്ട് അവസ്ഥ. ഇങ്ങനത്തെ നല്ല കേളി ആയിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് വേറെ പരിപാടി ഒന്നും ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ബാക്ക് വശം ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം ഇതിൻ്റെ ലുക്ക്. പിന്നെ ഞാൻ ലെയർ ചെയ്തത്, ലെയർ 2 ടൈപ്പ് ഉണ്ട്. മേലെ തൊട്ട് നമുക്ക് ലെയർ അടിക്കാൻ പറ്റും, പിന്നെ താഴെവശം മാത്രം. ഇപ്പം എൻ്റെ ഇത് ഇത്രയും ഭാഗം തൊട്ടാണ് ലെയർ അടിച്ചിരിക്കുന്നത്. മേലോട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതിനി ലെയർ കട്ട് ചെയ്താൽ പിന്നെ ചുരുണ്ട് മേലോട്ട് പോകും. അപ്പം ഇതാട്ടോ ഒരു ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ചോദിച്ച ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ മുടി എങ്ങനെ ഇരിക്കുന്നതെന്ന് കൂടെ കാണിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇത്രയുള്ളൂ സംഭവം. അപ്പം ആകെ ഒരു പ്രശ്നം ദാ ഇങ്ങനെ ഒന്ന് കെട്ടാൻ നോക്കിയാൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹെയർ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പോയി ഹെയർ കട്ടൊക്കെ ചെയ്യാം. നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടങ്ങളാണല്ലോ, നമുക്കിത് ഇപ്പോഴല്ലേ പറ്റുള്ളൂ. അപ്പോൾ ചെയ്യാം. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്.